കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളവർക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്താൽ കൊള്ളാവോ, അത് ചെയ്താൽ കൊള്ളാവോ, കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നോക്കേണ്ടത്, ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഇതൊക്കെ എപ്പോഴും സംശയങ്ങളാണ്. നമ്മളോടൊപ്പം ഇന്ന് സംശയം എല്ലാം തീർത്തു തരാനായിട്ട് ഡോക്ടർ രശ്മിയുണ്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടറെ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, വളരെ കുഞ്ഞു കുട്ടികൾക്ക് ഓയിൽ മസാജ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, ആ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയാമോ? ഓക്കെ, നമുക്ക് ബേബി മസാജ് എന്ന് പറയുന്നത് ജനിച്ച് വീണ് കഴിഞ്ഞതിന് ശേഷം മുതൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് ഇനി പ്രത്യേകിച്ച് ഒരു ടൈമോ അല്ലെങ്കിൽ രാത്രി ചെയ്യണം അല്ലെങ്കിൽ മോർണിംഗ് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. പിന്നെ ചിലവർ പറയും എണ്ണ തേച്ച് മാത്രമേ ഓയിൽ മസാജ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയില്ല. നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിത് വേറൊരു ടിപ്പുമായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ഫീഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ട് കൂടുതലായി, ന്യൂ ബോൺസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഈ ബേബി മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ ഉണരുകയും കൃത്യമായിട്ട് തന്നെ ഒരു 15 to 20 മിനിറ്റ്സിന് ആ ഒരു ഫീഡിങ് പ്രോപ്പറാക്കി വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഭയങ്കര ഹാർഡായിട്ടല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ജെന്റിൽ ടച്ചാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എപ്പോഴും കൊടുക്കാൻ നല്ലത്. നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ ചിലവർ ഈ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഒന്ന് പൊക്കിളിൽ ഊതുന്നുണ്ട്, ചെവിയിൽ ഊതുന്നുണ്ട്, അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ നന്നായിട്ട് ഹാർഡായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, കാലും കൈയും ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളൊരു ജെന്റിലായിട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഊതുന്നത് അവർ പറയുന്നത് വെള്ളം അകത്തോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെവിയിലൊക്കെ ഊതി കൊടുക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ചെവിയിൽ വെള്ളം ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ഊതിയാൽ ആ വെള്ളം അകത്തോട്ടാണോ പുറത്തോട്ടാണോ പോകുന്നുണ്ട്. നമ്മൾ ഊതുമ്പോൾ ഒന്ന് നമ്മൾ വായിൽ, എല്ലാവരുടെ വായിലും ബാക്ടീരിയാസ് ഉണ്ട്, അത് നമ്മൾ ഉള്ളിലോട്ട് കുഞ്ഞിൻ്റെ ചെവിക്കുള്ളിലോട്ട് കടത്തി വിടുകയാണ്. മാത്രമല്ല ഈ വെള്ളം ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഊതിയിട്ട് കാര്യമില്ല, വീണ്ടും അവിടെ ഇൻഫെക്ഷൻസ് ആവും. സോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നോർമലായിട്ടൊരു ജെന്റിലായിട്ട് ബേബി മസാജ് വിതിൻ 2-3 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. നന്നായിട്ട് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. പ്രത്യേകം ഇത് കൂടുതൽ എഫക്റ്റീവ് കൂടുതലാവുന്നത് പ്രീ ടേം ബേബീസിനാണ്. മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ നേരം ഈ ഒരു ബേബി മസാജ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൻ്റെ താഴെ തന്നെ കമൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ പണ്ട് ഞങ്ങളുടെ കുഞ്ഞിലെ ഞങ്ങളെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല, പിന്നെയാണോ ഇനി എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്തു കൊടുക്കുന്നത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടിയുടെ കൈ പിടിച്ച് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ശക്തിയായി മസാജ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ഒരു കമന്റ് വരും. അപ്പൊ അതിനെന്തായിരിക്കും ഒരു മറുപടി ഡോക്ടർ കൊടുക്കുന്നത്? ഓക്കെ, ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പല അമ്മമാർ വന്ന് പറയുന്നത് എന്താണ്, വീട്ടിലും മാഡം ഇങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം വഴക്കാവും, അവർ ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതല്ല. നമ്മളിത് പല പഠനങ്ങളിലൂടെയും പല റിസർച്ചിലൂടെയും കുറേ ആൾക്കാർ കണ്ടുപിടിച്ച് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും ആരുടെ ചോദിച്ചാലും ഇങ്ങനത്തെ രീതിയിലുള്ള റഫായിട്ട് ചെയ്യുന്ന ഒരു മസാജിങ് കുഞ്ഞിന് വളരെ ഹെൽത്തി ആണോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. പക്ഷെ അവർ പറയുന്നതും സെയിം തന്നെ ആയിരിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം കുഞ്ഞു കുട്ടികളുടെ ബോൺസും ഒക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അവരുടെ ആ ഒരു ജോയിനും ഒക്കെ ഒന്ന് സെറ്റായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. സോ നമ്മൾ ആദ്യമേ തന്നെ കൈയും കാലും ഒക്കെ ഇങ്ങനെ വളച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്, പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഏകദേശം ചിലവർ പറയുന്നത് സെയിം ആണ്, പക്ഷേ ചെയ്തു കൊടുക്കുന്ന രീതി, ആ ഒരു പൊസിഷൻ, ആ ഒരു വേ ഓഫ് മസാജിങ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഡയപ്പർ ഇട്ട് ഉറക്കാറുണ്ട്. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ഇപ്പോൾ ന്യൂ ബോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും നമുക്ക് ഡയപ്പർ വേണം അല്ലേ, കാരണം അമ്മയ്ക്കൊന്ന് ഉറങ്ങണം, വീട്ടുകാർക്കൊന്ന് ഉറങ്ങണം. സോ നൈറ്റാണ് ഈ കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്നത്, പകൽ മൊത്തം ഉറക്കമായിരിക്കും. സോ ഡയപ്പർ ഇടണ്ട എന്ന് ഞാൻ പറഞ്ഞാലും മിക്ക ആൾക്കാരും ഡയപ്പർ
ഇട്ട് കൊടുക്കാറുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയപ്പർ ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊന്നുള്ളതാണ്. ഒന്ന് എന്താ പറയുക, എൻ്റെ ടൈമിങ്, അതായത് മാറ്റേണ്ട ടൈമിങ്. ചിലവർ ഒരു 6 hours 7 hours അല്ലെങ്കിൽ പിന്നെ നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗേ മാറ്റാറുള്ളൂ. ബട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻസ് വരും. നിങ്ങൾ അഥവാ ഡയപ്പർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 hours ആ ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ കഴിവതും ഞാൻ പറയുന്നത്, ഇപ്പോൾ മഴയില്ല അങ്ങനത്തെ വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിവതും കോട്ടൺ തുണി തന്നെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം മിക്ക കുഞ്ഞുങ്ങൾക്കും അലർജീസ് വരാനും അല്ലെങ്കിൽ റാഷസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കഴിവതും കോട്ടൺ തുണി യൂസ് ചെയ്യുക. ഡയപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള അത് 2 to 3 hours വെച്ച് ചേഞ്ച് ചെയ്ത് എടുക്കേണ്ടതാണ് വളരെ നല്ലത്. കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു 3-4 years ഉള്ള കുഞ്ഞുങ്ങൾക്കും ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ശീലിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെന്നുള്ള ഡ്രൈ ഷീറ്റോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ് കോട്ടിൽ നിങ്ങൾക്ക് അത് വിരിച്ചിട്ട് കുഞ്ഞിനെ കിടത്താവുന്നതാണ്. പക്ഷേ ആ ഒരു 2-3 years ഉള്ള കുഞ്ഞുങ്ങൾക്കും ഡയപ്പർ ധരിക്കുമ്പോൾ അവർക്ക് ആ ഒരു യൂറിൻ കൺട്രോൾ അല്ലെങ്കിൽ ആ വാഷ്റൂം പോയി യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലോട്ടല്ല പോകുന്നത്. അവർക്കത് അറിയില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. സോ അതൊരു ഹാബിറ്റ്, ഒരു ചീത്തയായിട്ടുള്ള ഹാബിറ്റാണ്. അത് വലുതായി അവർ പിന്നെ ഡയപ്പർ തന്നെ വേണം അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാണ്ടിരിക്കും, കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്ന കുട്ടികൾ കാണും. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ന്യൂ ബോൺസിന് ഉള്ളത് വേറെയാണ്, ആഫ്റ്റർ 2 to 3 yearsനുള്ള കുഞ്ഞുങ്ങൾക്ക് വേറെയാണ്. ഡോക്ടർ, അപ്പോൾ ഈ ബെഡ് വെറ്റിംഗ് ആവുന്ന കുട്ടികൾ അതെങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ 2-3 years ആവുമ്പോൾ തന്നെ അവരെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ബെഡ് വെറ്റിംഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? ഒന്ന്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മിക്കപ്പോഴും ഞാൻ പറയുന്നത് 8 മണിക്ക് മുന്നേ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ളതാണ്. അതിനുശേഷം കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ, ഇപ്പോൾ 8 മണിക്ക് ഫുഡ് കൊടുത്താലും ചില കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതൊക്കെ ഒരു 10-10:30 ഒക്കെ ആവുന്ന സമയമായിരിക്കും. 1 മണിക്കൂർ മുന്നേ എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുക, വാഷ്റൂമിൽ പാസ് ചെയ്യിപ്പിക്കുക, മൂത്രം ഒഴിപ്പിച്ചിട്ട് പിന്നെ കിടത്തണം എന്നുള്ളതാണ്. പിന്നെ കിടക്കുന്നതിന് മുന്നേ നമ്മളെന്താ സ്വീറ്റ്സ്, ഭയങ്കര അധികം എരിവുള്ള ഫുഡ്സ്, മാഗി പോലത്തെ ഐറ്റംസ്, മസാല അടങ്ങിയ ഐറ്റംസ്, ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കാണെങ്കിലും കിടക്കുന്നതിന് മുന്നേ സ്വീറ്റ് കഴിച്ചിട്ട് കിടക്കുമ്പോൾ വെള്ളം ദാഹിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും എഗെയിൻ കുറേ വെള്ളം കുടിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് അറിയാണ്ട് കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ഔട്ട് ആക്കും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വക ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തീരെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ടൈമിംഗ് അലാറം വെക്കുക. അതായത് ഉറങ്ങിയതിന് ശേഷം എന്താ പറയുക, ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ബെഡ് വെയിറ്റിംഗ് ആണെങ്കിൽ ചില കുഞ്ഞുങ്ങൾ സെയിം ടൈമിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈം അറിയാമെങ്കിൽ ആ ടൈം അലാറം വെച്ച് നമ്മളൊന്ന് ഉണർന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് യൂറിൻ പാസ് ചെയ്യിപ്പിച്ചിട്ട് കിടക്കാനായിട്ട് ട്രൈ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ ഒരു 3-4 മെത്തേഡാണ്. പിന്നെ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുക. നിങ്ങൾ ഇന്ന് മൂത്രം ഒഴിക്കത്തില്ല, സോ നമുക്കത് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു മെൻറ്റൽ ഒരു സപ്പോർട്ട് കൊടുക്കണം. കാരണം മിക്ക പാരൻസിനും എന്താ പറയുക, കുഞ്ഞുങ്ങളെ ചിലപ്പോൾ വഴക്ക് പറയും ഇല്ലെങ്കിൽ കളിയാക്കും. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ പല രീതിയിലുള്ള ബിഹേവിയറിൽ മാറ്റങ്ങൾ വരാനും അവരത് ഓർത്തിട്ടായിരിക്കും കിടക്കുന്നത്. ഞാൻ ഇന്ന് കിടക്കുമ്പോൾ യൂറിൻ പാസ് ഔട്ട് ആക്കോ, അല്ലെങ്കിൽ അമ്മ എന്ത് വിചാരിക്കും, നാളെ വഴക്ക് പറയോ, അങ്ങനത്തെ തോട്ടിലൊക്കെ കിടക്കുമ്പോഴും ചിലപ്പം ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കാറുണ്ട്. സോ അങ്ങനത്തെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നല്ല രീതിയിലുള്ള കാര്യം, നീ ഇന്ന് ഒഴിക്കത്തില്ല, നീ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് നാളെ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റീഇൻഫോഴ്സ് കൊടുക്കുക. അപ്പം മിക്ക കുട്ടികളും അത് ഓർത്തിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യും അല്ലേ. അല്ലെങ്കിൽ അവർ ഉണർന്ന് അമ്മയോട് പറയും എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ. ഒരു കാരണവശാലും ഞാൻ യൂറിൻ പാസ് ചെയ്യേണ്ട നല്ലതല്ല പറഞ്ഞത്, കിടക്കയിൽ മൂത്രം ഒഴിക്കരുത് എന്നുള്ളതാണ്. അമ്മമാരോട് പറഞ്ഞ് നമുക്ക് വാഷ്റൂമിൽ പോയി മൂത്രം ഒഴിക്കാം. ആ ഒരു ഹാബിറ്റ് നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. 8 മണിക്ക് മുമ്പേ, അതായത് രാത്രി 8 മണിക്ക് മുമ്പേ തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം എന്നുള്ളത്. അതായത് തീരെയും കഴിക്കാത്ത കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ കഴിക്കുന്ന കുട്ടികളായിരുന്നാലും തീരെയും വെയിറ്റ് ഒന്നും വയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ മാക്സിമം ഫുഡ് കൊടുക്കാൻ നോക്കും. രാത്രി ആയിരുന്നാലും അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് വയ്ക്കാത്ത കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് വെയിറ്റ് കൂട്ടാൻ സാധിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ ഓരോ ഫുഡ് കൊടുക്കുന്നതിലല്ല കാര്യം. നമ്മൾ ഒരു ഡേയിൽ ആ കുഞ്ഞിന് കൊടുക്കേണ്ട ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ഏജ് ഗ്രൂപ്പ് എത്തുമ്പോൾ ഒരു 1 to 3 yearsനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ലെസ് ആയിരിക്കും.
ഒന്ന് അവരുടെ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് ആയിരിക്കും കാണിക്കുന്നത്. മാത്രമല്ല ഫുൾ എനർജി ബേൺ ഔട്ട് ആവും, അത് ഒരു റീസൺ ആണ്. പിന്നെ അവരുടെ ഹൈറ്റ് നമ്മൾ നോക്കുക. ചിലപ്പം ഹൈറ്റ് വെക്കുമ്പോൾ വെയിറ്റ് നമ്മൾ അധികം തോന്നിക്കുന്നത്, പക്ഷെ എല്ലാ ആൾക്കാരും ഹൈറ്റ് നോക്കില്ല, ഒൺലി വെയിറ്റ് മാത്രമായിട്ട് നോക്കുന്ന. അപ്പോൾ വെയിറ്റിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഹൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കത്തില്ല. വെയിറ്റ് കുറവാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും, മൈൻഡ് സെറ്റിലായിരിക്കും ഇരിക്കുന്നത്. സോ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, കാരണം ചബ്ബിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഫുഡ് കലോറി വാല്യൂ ഉള്ള ഫുഡാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. 2, ഇവരുടെ ഡിവോമിങ്, അതായത് 6 മാസം കൂടുമ്പോൾ വരെ ഇളക്കിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. 3, ഇവിടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നില്ല, കുഞ്ഞ് ആക്റ്റീവാണ്, ഉറങ്ങുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നുണ്ട്, വേറെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ട് വരുന്നില്ല, ആവറേജ് ആണ്, പഠിക്കുന്നുണ്ട്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. പക്ഷേ തീരെ അവരുടെ ബർത്ത് വെയിറ്റും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും. തീരെ വെയിറ്റ് ഗെയിൻ ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. TSHും അതുപോലത്തുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. കാരണം വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഇന്റേണലി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഞ്ഞിനെന്നുള്ളത് നമ്മൾ നോക്കണം. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതിലോട്ട് നമ്മൾ ഇറങ്ങാനും. കാരണം ചുമ്മാ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ല, നമ്മൾ ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ, അല്ലെ. ഓരോ വീട്ടിലെ സിറ്റുവേഷൻസ് ഡിഫറൻസ് ആണ്. സോ അത് നമ്മൾ നോക്കിയതിന് ശേഷം ചെയ്യുക. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ്, ചായ, കാപ്പി അങ്ങനെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. കൊടുക്കുന്ന ഫുഡിൽ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റും വൈറ്റമിൻ ഒക്കെ ചേർന്നിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കാൻ. എന്നും ഒരേപോലത്തെ ഫുഡും ആയിരിക്കരുത്, അവർക്ക് ഡിഫറെൻ്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. സോ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ, നമ്മൾ ആദ്യം ന്യൂ ബോൺസിന്റെ കാര്യം ആദ്യം സംസാരിച്ചു, ഓയിൽ മസാജിന്റെ കാര്യം സംസാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീടും നമുക്ക് ഈ ഓയിൽ മസാജ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് സ്കിന്നിന് കുട്ടികൾക്ക് എത്രത്തോളം നല്ലതാണ് ഈ ഓയിൽ മസാജ് പിന്നെയുള്ള സ്റ്റേജസിൽ? ഓക്കെ, നോർമലി നമ്മളിപ്പോൾ ഒരു ന്യൂ ബോൺ കഴിഞ്ഞ് ഒരു നഴ്സറി ഒക്കെ ആയി കഴിയുന്ന കുട്ടികൾക്ക് അധികം ബേബി മസാജ് ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്യാൻ അവർ നിന്ന് തരത്തുമില്ല. പക്ഷേ അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങളിലെ സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോയിങ് ആയിരിക്കും. മാത്രമല്ല കുറച്ചും കൂടി എന്താ പറയുക, അവർക്ക് കുറച്ചും കൂടി എങ്ങനെയാണ് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ. നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ. ഇപ്പം അതാണ് ഇല്ലാത്തത്. സോ ആ സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു LKG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബേബി മസാജ് ചെയ്ത് കൊടുക്കുന്നില്ല. ബേബി മസാജ് അല്ല, ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് സംസാരിച്ചത്. അവരുടെ ഓയിൽ മസാജ്, അവരുടെ ഫുഡ്, അവരുടെ ഹാബിറ്റ്സ്, അവർക്ക് രാത്രി ഉറങ്ങുന്നതിൻ്റെ ശീലങ്ങൾ എങ്ങനെ മാറ്റാം, ഇതിനെയൊക്കെ കുറിച്ചായിരുന്നു കുറച്ച് ഒന്ന് സംസാരിച്ചത്. എനിവേ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ.